തികച്ചും സാധാരണ പോലെ നിശ്ചയിച്ച ടൈം ഷെഡ്യൂളിൽ തന്നെ കൊച്ചിയിൽ നിന്നും എയർ ഇന്ത്യയുടെ AI-149 പറന്നുയർന്നു. നേരിട്ടുള്ള വിമാനമായതിനാൽ ബഹുഭൂരിപക്ഷവും UK മലയാളികൾ തന്നെയാണ് യാത്രക്കാർ. അവധിക്ക് പോയി മടങ്ങുന്നവർ തന്നെയാണ് മിക്കവാറും പേരും. വിമാനത്തിൽ ഏറെക്കുറെ നിറയെ യാത്രക്കാരും. വിമാനത്തിലെല്ലാം പതിവ് പോലെ തന്നെ. യാത്രക്കാർ സീറ്റ് സ്ക്രീനിൽ നിന്നും സിനിമയും മറ്റും പരതി നേരം കളയാൻ ശ്രമം തുടങ്ങി. അപ്പോഴേക്കും വിമാനം 5 മണിക്കൂർ യാത്ര പിന്നിട്ട ശേഷം മിഡിൽ ഈസ്റ്റും കടക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഈ സമയത്താണ് കോക്പിറ്റിൽ നിന്നും യാത്രക്കാരെ തേടി ഒരു സന്ദേശം എത്തിയത്. വിമാനത്തിൽ ഡോക്ടർമാർ ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യമായി സഹായിക്കണമെന്നായിരുന്നു സന്ദേശം. ഉടൻ ഒരു വനിതാ ഡോക്ടർ സഹായത്തിന് തയ്യാറായി എഴുന്നേറ്റു. മുൻവശത്ത് 2ാം നിരയിൽ 2ാമത്തെ സീറ്റിലിരിക്കുന്ന ഒരാൾക്കാണ് വൈദ്യസഹായം ആവശ്യമായി വന്നതെന്ന് മനസ്സിലായി. ഏകദേശം 4-5 വരി പിന്നിലാണ് റോദർഹാം ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്യുന്ന അയനയും മറ്റ് 3 കൂട്ടുകാരികളായ നഴ്സുമാരും യാത്ര ചെയ്യുന്നത്. 4 പേരുടെയും ആദ്യ അവധിക്കാല യാത്രയാണ്. UK-യിലെത്തിയിട്ട് 2 വർഷം പിന്നിടുന്നതേ ഉള്ളൂ. ലണ്ടനിലേക്കുള്ള യാത്രക്കിടയിൽ മലയാളിയായ ദിലീപ് ജോർജ് മരിക്കാനിടയായ വിമാനത്തിലെ യാത്രക്കാരിയായ അയന പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ആർക്കോ സുഖമില്ലാതായി എന്ന് മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലായുള്ളൂ. കോക്പിറ്റിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് ഡോക്ടർമാർ സഹായത്തിനെത്തിയപ്പോൾ നമ്മൾ കൂടി അങ്ങോട്ട് ചെന്ന് തിരക്ക് കൂട്ടേണ്ട എന്നേ കരുതിയുള്ളൂ. സുഖമില്ലാതെ തോന്നിക്കുന്ന ഒരാളെ ക്യാബിൻ ക്രൂ പിടിച്ച് സാവധാനം മുന്നിലെ ബിസിനസ് ക്ലാസ് ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു. ആ സമയം സഹായം തേടിയ ആൾ നടന്നാണ് നീങ്ങിയത്. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ മറ്റൊരു ഡോക്ടർ സഹായം തേടിയുള്ള കോൾ എത്തി. അപ്പോഴും ഒരാൾ സഹായവുമായി അങ്ങോട്ട് പോകുന്നത് കണ്ടു. അധികം വൈകാതെ നഴ്സുമാരെ തേടിയും കോൾ വന്നപ്പോൾ പോകാനായി എഴുന്നേറ്റതാണ്. പക്ഷെ അപ്പോഴേക്കും 2 മെയിൽ നഴ്സ് അവിടെ എത്തിയതായി അറിയാനായി. ഇത്രയും കാര്യങ്ങളാണ് ഫ്ലൈറ്റിൽ വെച്ച് മനസ്സിലായത്, അയന പറഞ്ഞു. തുടർന്ന് ഏകദേശം 4 മണിക്കൂർ യാത്രാ സമയം തികച്ചും സാധാരണ പോലെയാണ് കടന്നുപോയത്. വൈദ്യസഹായം തേടിയ ആൾ സുരക്ഷിതരാണെന്നാണ് ഞങ്ങൾ കരുതിയത്. വിമാനയാത്രക്കാർ പതിവ് പോലെ സ്നാക്സും ഭക്ഷണവും ഒക്കെ കഴിച്ച് ജോലിയിൽ മുഴുകി. ഇടയ്ക്ക് വിമാന വേഗത കുറഞ്ഞതായും താഴേക്ക് ഇറങ്ങുന്നത് പോലെയും തോന്നി. രോഗിയായ ആൾക്ക് വേണ്ടി വിമാനം മറ്റെവിടെയെങ്കിലും ഇറങ്ങുന്നതാണോ എന്നാണ് ഓർത്തത്. എന്നാൽ വിമാനം നേരെ ലണ്ടൻ ലക്ഷ്യമാക്കി പറന്നു. അധികം വൈകാതെ ഏകദേശം നിശ്ചിത സമയത്ത് തന്നെ വിമാനം ലാൻഡ് ചെയ്ത ശേഷം ആദ്യം അതിലേക്ക് വന്നത് പോലീസ് യൂണിഫോം ധരിച്ചവരും പിന്നാലെ ആംബുലൻസ് ജീവനക്കാരുമാണ്. അപ്പോഴേക്കും രോഗിയെ ചികിത്സിക്കാനായി ആശുപത്രിയിലേക്ക് മാറ്റുകയാണെന്നാണ് കരുതിയത്. എന്നാൽ പുറത്തിറങ്ങി വാട്സ്ആപ്പ് നോക്കിയപ്പോഴാണ് തങ്ങൾ യാത്ര ചെയ്ത വിമാനത്തിലെ യാത്രക്കാരൻ മരിച്ച വിവരം ബ്രിട്ടീഷ് മലയാളി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടത്. ഒറ്റശ്വാസത്തിൽ അയന പറഞ്ഞു നിർത്തി. യാത്രക്കാർ ഉത്കണ്ഠപ്പെടേണ്ട എന്നോർത്താകും രോഗി മരിച്ച വിവരം ജീവനക്കാർ അറിയിക്കാതെ ഇരുന്നത് എന്ന് കരുതുകയാണ് അയന. പതിറ്റാണ്ടുകളായി UK-യിലുള്ള മലയാളികൾക്കിടയിൽ ആദ്യമായാണ് ഇത്തരമൊരു ആകാശ മരണം. കഴിഞ്ഞ വർഷം ലണ്ടനിൽ നിന്നും നാട്ടിലേക്ക് പുറപ്പെട്ട ദമ്പതികൾക്ക് മാസം തികയാതെ കുഞ്ഞു പിറന്നതും എയർ ഇന്ത്യയിൽ തന്നെയാണ്. അടുത്തിടെ സതാംപ്ടണിൽ മരിച്ച വ്യക്തിയും ഇതേ വിമാനത്തിൽ യാത്ര ചെയ്ത ശേഷമാണ് സുഖമില്ലാതായതും ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയതും. എന്നാൽ ആകാശമധ്യത്തിൽ വെച്ച് മരണം തട്ടിയെടുത്തത് ഇപ്പോൾ ആദ്യ സംഭവമായി മാറുന്നു. ഏവിയേഷൻ ചരിത്രത്തിൽ തന്നെ ഇത്തരം മരണങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമാണ്.